രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. സാമൂലച്ചൻ പള്ളിവ കാറിലിറങ്ങിയ ഉടനെ ജേക്കബും മക്കളും ഓടിച്ചെന്ന് അച്ഛനെ സ്വീകരിച്ചു. വാസു, ഉദ്ഘാടനത്തിന് ഒരു അരമണിക്കൂർ കൂടിയുണ്ട്, നമുക്ക് റിസപ്ഷൻ റൂമിലിരിക്കാം. മുഖ്യാതിഥിയായ അച്ഛനെ അവർ റിസപ്ഷൻ റൂമിലേക്ക് നയിച്ചു. സാമൂലച്ചന്റെ കൂടെ കപ്പിയാർ വറിയതുണ്ടായിരുന്നു. ജേക്കബ് മുതലാളിയും മക്കളും കവലയിൽ പുതുതായി തുടങ്ങിയ ഫാൻസിയുടെ കടയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അച്ഛനും കപ്പിയാരും. അച്ഛന്റെ കൂടെ കാറിൽ വന്നെങ്കിലും ജനങ്ങൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ അന്തരീക്ഷത്തിൽ അച്ഛന്റെ ഒപ്പം നടക്കാൻ വറീത് കപ്പ്യാർക്ക് ഒരു ചമ്മൽ. വറീതും വരും. റിസപ്ഷൻ റൂമിലേക്ക് നടന്നു പോകുന്ന അച്ഛന്റെ കൂടെ കപ്പ്യാർ വറീത് ഒപ്പം കൂടി നടന്നു. റിസപ്ഷൻ റൂമിനകത്ത് കയറിയപ്പോൾ അവിടെ ഉദ്ഘാടനത്തിനെത്തിയ പ്രമുഖ നടിയുണ്ടായിരുന്നു. അച്ഛനെ കണ്ടവർ കൈകൂപ്പി. സാമൂലച്ഛനും അവർക്ക് പ്രത്യഭിവാദനം ചെയ്തു. അച്ഛൻ റിസപ്ഷൻ റൂമിൽ നിന്ന് സോഫ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉദ്ഘാടനത്തിന് സമയമായി. പഞ്ചാരിമേളം മുഴങ്ങി. പ്രമുഖ നടി റിബൺ കട്ട് ചെയ്ത് ഫാൻസി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അകത്ത് കയറി. ഫാൻസി കടയുടെ അകത്ത് കയറി അന്തം വിട്ടു നോക്കി വറീത് അതിന്റെ വലിപ്പവും ഭംഗിയും കണ്ടറിയാതെ പറഞ്ഞുപോയി. അയ്യോ, സൂപ്പർ മാർക്കറ്റ് ഉള്ള ഫാൻസി കടയോ, എന്തോരം ഷട്ടറുകൾ, ഇതെത്ര സ്ക്വയർ ഫീറ്റാ? വറീത് ഉച്ചത്തിൽ ചോദ്യരൂപേണ ചോദിച്ചു. മുതലാളി ജേക്കബ് ശ്രദ്ധിച്ചു. വറീതെ ഒന്ന് വായടക്ക്, നമ്മളിവിടെ VIP ആണ്, അതിൻ്റെ അന്തസ്സിൽ വേണം വർത്താനം പറയാൻ. ഞാനിന്നലെ വഞ്ചരിപ്പിന് ചെന്നപ്പോൾ അതിനകത്ത് മൊത്തം കണ്ടിരുന്നു. അച്ഛൻ കപ്പ്യാർ വറീദിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. എങ്കിലും എല്ലാവരും കേൾക്കെ ജേക്കബ് മുതലാളി ഇതിന് മറുപടി പറഞ്ഞു. അതേ കപ്പ്യാരെ, ഇപ്പൊ ഇതാ ഫാഷൻ, 5-8,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാമൂലച്ചൻ പറഞ്ഞു. അതെ അതെ. ജേക്കബ് മുതലാളി സാമൂലച്ചന് പോകാൻ നേരം പള്ളിക്ക് ഡൊണേഷനായി 10,000 രൂപയുടെ ചെക്കും കൂടാതെ പള്ളിയിൽ തൂക്കാൻ ഒരു നക്ഷത്രവും കൊടുത്തു. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനെത്തിയ നടിക്കും ഒട്ടേറെ സമ്മാനവും പറഞ്ഞുറപ്പിച്ച റെമ്യൂണറേഷനും കൊടുത്ത് ജേക്കബ് അവരെ യാത്രയാക്കി. ദൂരെ മാറി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്ന കപ്പ്യാരുടെ അടുത്തേക്ക് ജേക്കബ് മുതലാളി നടന്നു വന്നു. ജേക്കബ് മുതലാളി കപ്പ്യാർ വരീദിന്റെ കയ്യിൽ നിന്ന് 2,000 രൂപ നൽകി. കപ്പ്യാറെ, ഇതൊരു സന്തോഷത്തിന്. കപ്പ്യാർ വാങ്ങി വേഗം ലോഹയുടെ കീശയിലിട്ടു. സന്തോഷായി, വറീദ് പറഞ്ഞു. വറീദ് കപ്പ്യാറെ, സന്തോഷം മാത്രം പോരാ, ഇനി തൊട്ട് പള്ളിപ്പെരുന്നാളിനും ക്രിസ്മസിനും ഈസ്റ്ററിനും പള്ളി വാർഷികത്തിനും ഞങ്ങളുടെ ഈ ഫാൻസി ഷോപ്പിൽ നിന്ന് തന്നെ നക്ഷത്രങ്ങളും തോരണങ്ങളും മറ്റു ഡെക്കറേഷനൊക്കെ വാങ്ങിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. 1000 പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ കുട്ടികളും സ്ത്രീകളെയും തന്ന മെഴുകുതിരി കൂടാരങ്ങളും ഉണ്ട്. ജേക്കബേ, അതിപ്പോ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുക? പാരമ്പര്യമായിട്ട് മേരിക്കുട്ടിയാണ് അതൊക്കെ ചെയ്തിരുന്നത്. ആ പെൺകുട്ടി ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളോ അതിൻ്റെ അമ്മച്ചി സാറ തയ്യൽ മെഷീൻ വെച്ചുണ്ടാക്കുന്ന തോരണങ്ങളോ സ്ഥിരമായിട്ട് പള്ളിപ്പെരുന്നാളിനും പള്ളിയിൽ വരുന്ന മറ്റു ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് പിന്നെ എനിക്കറിയത്തില്ലായോ? അതൊക്കെ മാറണം അറിയതേ. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ കാശ്. അത് പിന്നെ നിറം മങ്ങിയ കടലാസും ചക്കപ്പച്ചൊക്കെ ഉപയോഗിച്ച് ആ മേരിക്കുഞ്ഞ് അതിൻ്റെ തള്ളയും കയ്യിലുണ്ടാക്കുന്നതിനേക്കാളും നല്ല മെഷീനിലടിക്കുന്ന നക്ഷത്രങ്ങളാ ഇവിടെ ഉള്ളത്. സാമ്പിൾ ഒരെണ്ണം ഞാൻ അച്ഛൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അതവിടെ കത്തിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ദിവ്യ ചോദിസ്. ഞാൻ ശ്രമിക്കാം ജേക്കബേ. ശ്രമിച്ചാ പോരാ, ഉറപ്പായിട്ടും ഓർഡർ കിട്ടണം. ഇന്നോട്ട് ഞങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനുണ്ടാകുമ്പോൾ ഏകപക്ഷീയമായിട്ട് പള്ളിയിൽ നിന്ന് ഒരാളുടെ അടുത്ത് നിന്ന് പ്രത്യേക താല്പര്യം വെച്ച് സാധനങ്ങൾ വാങ്ങുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ ജേക്കബ് പറഞ്ഞ്. ഞാനും നോക്കട്ടെ, മാക്സിമം ട്രൈ ചെയ്യാം. വറീദ് കപ്പ്യാരുടെ വീട്ടിലെത്തി ഭാര്യയെ കാശ് ഏൽപ്പിച്ചു. പോയവർക്കൊക്കെ കാശുണ്ടോ? ഭാര്യ കത്രീന ചോദിച്ചു. ഏയ്, ഇത് പോയതുകൊണ്ട് കിട്ടിയതല്ല, മേരി കുഞ്ഞിൻ്റെയും തള്ള സാറയുടെയും വയറ്റത്തടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാശാ. വയറ്റത്തടിക്കാനോ? എന്താ മനുഷ്യ പറയുന്നത്? അതേ കത്രീന, ഇനി തൊട്ട് പള്ളിയിലെ പെരുന്നാളിനും മറ്റും വേണ്ടുന്ന നക്ഷത്രങ്ങളും കൊടിത്തോരണങ്ങളും പുതുതായി തുടങ്ങിയ ജേക്കബിൻ്റെ ഫാൻസികളിൽ നിന്ന് വാങ്ങിക്കാൻ ഞാൻ പള്ളി കമ്മിറ്റിയിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കൈമണിയായി തന്നാ. അല്ലെങ്കിൽ ആ മേരി കുഞ്ഞിൻ്റെയും സാറിയുടെയും നക്ഷത്രങ്ങളും കോപ്പും കണ്ട് മടുത്തു. ഇപ്പൊ എന്തോരം നല്ല സാധനങ്ങളാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. പള്ളിയിൽ ഇനി തൊട്ട് ആക്കും ഉപയോഗിക്കട്ടെ മനുഷ്യ. നിങ്ങൾക്ക് അതിലെന്താ തണ്ണം? ചുമ്മാ ഒരു വാക്ക് പറയാനായിട്ട് കാശും കിട്ടിയല്ലോ. ഇനി പള്ളി കമ്മിറ്റിയിൽ മീറ്റിംഗ് കൂടാൻ നേരം ജേക്കബ് മുതലാളി പറഞ്ഞ കാര്യങ്ങൾ നേരെ ഒന്ന് അവതരിപ്പിച്ചാൽ പോരെ? നോക്കട്ടെ. പ്രശസ്ത നടി ഉണ്ണിമായ സ്വന്തം നാട്ടിലെ തൊട്ടടുത്ത ഫാൻസി കട ഉദ്ഘാടനത്തിന് വന്നിട്ട് പോലും കപ്പ്യാർ വറീദിന്റെ മകനായ മനു അന്ന് വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടുകയായിരുന്നു. തന്റെ കാമുകി മേരി കുഞ്ഞിനോട് സൊള്ളുകയായിരുന്ന മനു അപ്പച്ചനും അമ്മച്ചിയുടെയും സംസാരം കേട്ടു. തന്റെ പെണ്ണിന്റെ കുടുംബത്തിന് പാര വെക്കാനുള്ള ഐഡിയ ആയിട്ടാണല്ലോ അപ്പച്ചൻ കപ്പ്യാർ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നെത്തിയിരിക്കുന്നത്. എടി മേരി കുഞ്ഞ്, ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഫാൻസി ഉണ്ടല്ലോ, അത് നിന്റെ അമ്മച്ചി സാറമ്മയുടെ കഞ്ഞിടി മുട്ടിക്കുന്ന തോന്നുന്നു. എങ്ങനെ? ഈസ്റ്ററിനും ക്രിസ്മസിനും പള്ളിപ്പെരുന്നാളൊക്കെ നിങ്ങളുണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ ഇനി വാങ്ങുമെന്ന് തോന്നുന്നില്ല. അപ്പച്ചന് കൈമണിയായിട്ട് കാശ് കൊടുത്തിരിക്കുന്ന അതിന്റെ മുതലാളി ജേക്കപ്പാ. ഇനി തൊട്ട് അയാളുടെ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കാമെന്നും പറഞ്ഞു. അയ്യോ മനു, അമ്മച്ചിയുടെ തയ്യലിന് പുറം ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞങ്ങൾ അല്ലില്ലാണ്ട് കഴിയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ പള്ളിപ്പെരുന്നാളിലെ വരുന്നത് നോക്കാം. കാശ് വാങ്ങിയ കൂറുകൊണ്ട് അപ്പച്ചൻ ചിലപ്പോ മീറ്റിംഗിൽ അവതരിപ്പിക്കും. മേരി കുഞ്ഞ് പേടിക്കണ്ട, ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. അഥവാ അങ്ങനെ തീരുമാനം വന്നാ കൊട്ടേഷൻ ഒപ്പിക്കാം. എനിക്ക് തോന്നുന്നു മേരി കുഞ്ഞിന്റെ റേറ്റ് അനുസരിച്ച് അയാൾക്ക് സാധനങ്ങൾ തരാൻ പറ്റില്ലെന്നാ. അതേ മനു, എന്തായാലും പെരുന്നാൾ വരട്ടെ, നോക്കാം. മാസങ്ങൾ കടന്നുപോയി. പെരുന്നാൾ ഇനി ആഴ്ചകളേ ഉള്ളൂ.
പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിൽ അതിന് നടത്തിപ്പിനായുള്ള ആഘോഷ കമ്മിറ്റി കൂടി. പ്രതീക്ഷിച്ച പോലെ കപ്പ്യാര് മീറ്റിംഗിൽ ജേക്കബിന്റെ ഫാൻസിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങൽ മതിയെന്ന കാര്യം നിർദ്ദേശിച്ചു. മനുവും കൂട്ടി അതിനെ ശക്തമായി നിഷേധിച്ചു, എതിർത്തു. പതിവായി സാറാമ്മച്ചിയുടെ കുടുംബത്തിനാണ് ഇതിന്റെ ഓർഡർ നൽകുക. പള്ളിയും അതിന്റെ ആചാരങ്ങളുമായുള്ള കാര്യമാകുമ്പോൾ പരമ്പരാഗതമായ ശീലങ്ങളൊക്കെ മാറ്റുന്നത് ശരിയല്ലെന്ന് അവനും പിള്ളേരും വാദിച്ചു. അതിൽ നിന്നും കഴമ്പിൽ നിന്നും കണ്ടുമടുത്ത പഴഞ്ചൻ വസ്തുക്കളെയും പ്രാകൃത രീതിയെയും മാറ്റണമെന്നും ഭംഗിയും മനോഹാരിതയുമാണ് ആഘോഷങ്ങളുടെ മുതൽക്കൂട്ടെന്നും അതിനായി മാർക്കിൽ കിട്ടുന്ന നല്ല നല്ല നക്ഷത്രങ്ങളും തോരണങ്ങളും ഡെക്കറേഷൻ വിളക്കൂടങ്ങളും വായിക്കണമെന്ന് ഒരു കൂട്ടർ വാദിച്ചു. അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ സ്വീകരിക്കാം. ആരാണ് പള്ളിക്ക് വേണ്ടി ചെറിയ തുക ചെയ്തിരുന്നത് അവർക്ക് നൽകാൻ ഓർഡർ എന്നായി തീരുമാനം. വിവരം ജേക്കബ് മുതലാളി അറിഞ്ഞു. 2 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ കവറിലിട്ടൊട്ടിച്ച് അയാൾ പള്ളി കമ്മിറ്റിക്ക് നൽകി. വെറും 90,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് മേരിക്കുഞ്ഞ് എഴുതി കവറിലിട്ടൊട്ടിച്ച് കമ്മിറ്റി കൊട്ടേഷൻ നൽകി. കമ്മിറ്റി കൊട്ടേഷൻ കവർ പൊട്ടിച്ച് നോക്കി. നിയമപ്രകാരം തന്നെ കൊട്ടേഷൻ മേരിക്കുഞ്ഞിന് കിട്ടി. സംഭവം അറിഞ്ഞ് ജേക്കബ് മുതലാളി കലിപ്പിലായി. അയാൾ പിന്നാമ്പുറത്തുനിന്നും പദ്ധതികൾ ആസൂത്രണം ചെയ്തു. മേരിക്കുഞ്ഞ് അമ്മച്ചി സാറയും ഈ നക്ഷത്രങ്ങളും കോപ്പുകളും ഉണ്ടാക്കാൻ പാടില്ല. കൃത്യസമയത്ത് സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ തൻ്റെ കടയിലേക്ക് തന്നെ കമ്മിറ്റി വരും. ഓരോന്നിനും റീറ്റെയിൽ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ആഘോഷ കമ്മിറ്റിയിൽ നിന്നൊരു തുക അഡ്വാൻസ് ലഭിച്ച പ്രകാരം നക്ഷത്രങ്ങൾക്കും ലൈറ്റ് ബോർഡുകൾക്കും വേണ്ടുന്ന വർണ്ണ പേപ്പറുകളും പശയും പ്ലാസ്റ്റിക്കുകളും വാങ്ങിക്കാൻ മനുവിന്റെ ബൈക്കിൽ മേരിക്കുഞ്ഞ് പട്ടണത്തിലേക്ക് പോയി. യാത്രികളിൽ മനു ചോദിച്ചു, അല്ലടി മേരി, നീ എന്തിനാ അത്രയും ചെറിയൊരു കൊട്ടേഷൻ എഴുതി കൊടുത്ത്? ആ തുക നിനക്കല്ലാവോ? നിനക്കൊരു 1.5 ലക്ഷം എഴുതായിരുന്നില്ലേ? എങ്കിൽ പോലും നിനക്കെന്നെ കിട്ടായിരുന്നല്ലോ. എടാ മനു, ജനങ്ങളുടെ കാശ് അങ്ങനെ തിന്നാൻ പാടില്ല. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന അതേ നക്ഷത്രങ്ങളുടെ ക്വാളിറ്റിയില്ല ഞങ്ങൾ സ്റ്റാറുകളും വിളക്കും കൂടാരങ്ങളും ഉണ്ടാക്കുന്നത് നിനക്കറിയാലോ. പിന്നില്ലാണ്ട് അത്തരം നക്ഷത്രങ്ങൾ മറ്റൊരുക്കാൻ വേണ്ട പ്രാഥമിക സാധനങ്ങൾക്ക് 40,000 രൂപയാണ്. പിന്നെ തോരണങ്ങൾക്കും സ്റ്റിക്കുകൾക്കൊക്കെ ആയി 20,000. ഞങ്ങൾ 2 പേരുടെ 10-12 ദിവസത്തെ പണിക്കൂലിയും കൂട്ടിക്കൊണ്ട് തൂക്കേണ്ട ചിലവിലേക്കായി 30,000. 90,000 കറക്റ്റ് ആയില്ലേ? അത് മതി, ലാഭമൊന്നും വേണ്ട. എനിക്ക് ചായ വാങ്ങിച്ചില്ലേ? മനു കുസൃതിയോടെ ചോദിച്ചു. വാടാ പിടിക്കാം, ഇവിടെ നിർത്ത്. അടുത്തേണ്ട ടീ ഷോപ്പിൽ കയറി അവർ. നാട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് അവളെ പിന്തുടർന്നുകൊണ്ട് 2 കണ്ണുകൾ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. കളി പറയാനും സ്വറ പറഞ്ഞും സല്ലപിച്ചുകൊണ്ട് അവർ ചായ കഴിക്കുന്നത് ആ നേത്രങ്ങൾ നിരന്തരം ഒളിഞ്ഞെന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മേരിക്കുഞ്ഞ് കാരണം കൊട്ടേഷൻ നഷ്ടപ്പെട്ടുള്ള അരിശം മൂലം അവളുടെ തൊഴിൽ തടസ്സപ്പെടുത്താനും മേരിക്കുട്ടിയെ അപായപ്പെടുത്താനും ജേക്കബ് മുതലാളി ആരും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പ്യാരുടെ മകൻ മനുവിന്റെ ബൈക്കിലാണ് വരുന്നതെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജേക്കബ് പല അവസരങ്ങളിൽ ആ ടീമിനെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നുകൊണ്ടാണ് ഇപ്പോഴും അവൾ ജീവനോടെ ഇരിക്കുന്നത്. മുതലാളി, ഇനിയൊരു അവസരം ലഭിക്കില്ല. അവൾ സാധനമായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുത്തിയിരുന്നതിന്റെ നിർമ്മാണം തുടങ്ങും. പിന്നെ പള്ളിപ്പെരുന്നാൾ തലേന്ന് വന്ന് അതൊക്കെ അലങ്കരിക്കും മാത്രമേ കാണുള്ളൂ. അപ്പൊ കണ്ടിട്ട് എന്ത് കാര്യം? അതല്ല, ആ കപ്പ്യാരുടെ മകൻ കൂടെ ഉണ്ടാകും കൃത്യം ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കപ്പ്യാർ നമുക്കെതിരായ ഉള്ളുകളിയൊക്കെ പുറത്താവും, നമ്മൾ കുടുങ്ങും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പട്ടണത്തിൽ നിന്നും പർച്ചേസ് ചെയ്ത് അവർ വീണ്ടും ബൈക്കിൽ നാട്ടിലേക്ക് തിരിച്ചു. മുതലാളി, അവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ജസ്റ്റ് 1/2 മണിക്കൂർ കൊണ്ട് അവർ വീട്ടിലേക്ക് എത്തിച്ചേരും. പിന്നെ നമ്മുടെ പദ്ധതികളൊക്കെ പാളുകയെ. വീട്ടിലെ മണിമാണികളിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ജേക്കബ് ഒരു നിമിഷം ആലോചിച്ചു. തൻ്റെ മുന്നിലുള്ള പല തടസ്സങ്ങളും നീക്കിയാണ് താൻ തൻ്റെ ബിസിനസ് സാമ്രാജ്യം ഉയർത്തിയത്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അയാൾ മനുവിനെയും മേരിക്കുഞ്ഞിനെയും പിന്തുടർന്നു പോകുന്ന ആ ടിപ്പർ ലോറിക്കാരന് നിർദ്ദേശം നൽകി. അവള് പുറകിലല്ലേ ഉള്ളത്, അവള് നോക്കി ചാമ്പിക്കോ. പയ്യെ രക്ഷപ്പെടണേ രക്ഷപ്പെടട്ടെ. മേരിക്കുഞ്ഞിനെ തീർക്കാനായി നടക്കുന്ന കാബാലികർക്ക് അയാൾ അന്തിമ ഓർഡർ നൽകി. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ടിപ്പർ ലോറി പുറകിലുള്ള മേരിക്കുഞ്ഞിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവൾ അത്ര കാര്യമാക്കിയില്ല. ഒരു പ്രത്യേക സ്പീഡിൽ പുറകിലുണ്ടായിരുന്ന ആ വണ്ടി ഇപ്പോൾ ഇരച്ചു വരുന്ന കണ്ട് അവൾ മനുവിനോട് പറഞ്ഞു, എടാ മനു, ഒരു ടിപ്പർ ലോറി നമ്മൾ നേരത്തെ പോകുമ്പോൾ തൊട്ട് പിന്തുടരുന്നുണ്ട്. നേരത്തെ അങ്ങോട്ട് പോകുമ്പോഴും നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സ്പീഡിൽ വരിക. നീ ഒന്ന് മുന്നോട്ട് വേഗത്തിലെടുത്തേ. അപ്പോഴാണ് മനു ശ്രദ്ധിച്ച് അവൻ തന്നെ ബൈക്ക് അല്പം വേഗതയിലെടുത്തു. ടിപ്പർ ലോറി അതേ വേഗത്തിൽ പിന്തുടരുന്നുണ്ട്. കടന്നു പോകാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അല്പം സൈഡ് കൊടുത്തേക്കാന്ന് കരുതി അവൻ അല്പം സൈഡിലേക്കാക്കി ബൈക്ക്. പക്ഷേ ഓവർടേക്കല്ല ലക്ഷ്യം. ടിപ്പർ ലോറി കുറെ കൂടി വേഗതയിലേക്ക് അവർ ഇടിക്കാനാഞ്ഞു. അതിന്റെ ബമ്പർ മേരിക്കുഞ്ഞിന്റെ തൊട്ട് സമീപത്തെത്തി. മനുവിന്റെ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റിലെങ്ങാനും ബോണറ്റ് കൊണ്ടുവെന്ന് തോന്നുന്നു. അപ്പോൾ മനുവിന് മനസ്സിലായി, ഇടിച്ചു കൊല്ലാൻ തന്നെയാണ് പരിപാടി. ഇനി നോക്കിയിട്ട് കാര്യമില്ല. അബദ്ധത്തിലെങ്ങാനും ബൈക്കിന് മുമ്പിലോ പിന്നിലോ പെടുമ്പോൾ ഇടിക്കാമെന്നല്ലാതെ F-Z പോലുള്ളൊരു ബൈക്കിനെ പിന്തുടർന്ന് പോയി ഇടിക്കാനൊന്നും ഒരു ലോറിക്കും ആവില്ല. അതുകൊണ്ട് തന്നെ മനു വളരെ വേഗത്തിൽ ഓടിച്ചു പോയി. ലോറിക്കാരൻ കടുത്ത നിരാശയോടെ വല്ല ട്രാഫിക് ജാമുള്ള സ്ഥലത്ത് നിന്ന് പിടിക്കാമെന്ന വ്യഗ്രതയിൽ അവർ ഫോളോ ചെയ്തു. ഇതിനിടയിൽ മനു തന്റെ കൂട്ടുകാരെ ഫോൺ ചെയ്ത് വിളിച്ചു. ഒരു ടിപ്പർ ലോറി തങ്ങൾ അപായപ്പെടുത്താൻ വരുന്നുണ്ടെന്നും അത് തടഞ്ഞു നിർത്തി പെരുമാറണമെന്ന് അവൻ നിർദ്ദേശം നൽകി. മനു വിളിച്ചു പറഞ്ഞനുസരിച്ച് എന്തിനും തയ്യാറുള്ള അവന്റെ കുറച്ച് കൂട്ടുകാർക്ക് ഒരു ജീപ്പിൽ അവൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് ചേർന്ന് നിന്നു. ദൂരെ നിന്ന് ടിപ്പർ ലോറി കടന്നു വരുന്ന കണ്ടു. മനുവും മറിയും തങ്ങളുടെ ബൈക്ക് രഹസ്യമായ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച് മാറിയിരുന്നു. ടിപ്പർ ലോറി വരുന്ന സമയത്ത് ജീപ്പ് കുറുകേട്ട് നിർത്തി. വേറെന്തോ സംഭവിക്കുന്ന എത്തി ടിപ്പർ ലോറിയുടെ ഡ്രൈവർ വണ്ടി നിർത്തി. അയാൾ നിർത്തേണ്ട താമസം. മനുവിന്റെ കൂട്ടുകാർ ഇരച്ചു കയറി. അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടു. മോറെ
മേരി കുഞ്ഞിനെയും മനുവിനെയും കൊലപ്പെടുത്ത ആരടാ നിനക്ക് കൊട്ടേഷൻ വന്ന്? ടിപ്പർ ലോറി ഡ്രൈവറുടെ മുഖത്തും തലയിലും ചടപടായ ഇടിയുടെ പൂരമായിരുന്നു. ആരും പറഞ്ഞു പോകും. ജേക്കബ് മുതലാളി പറഞ്ഞിട്ടാണേ എന്നെ തല്ലല്ലേ. ഇല്ലടാ, നിന്നെ കൊല്ലില്ല, തല്ലി പരുവാക്കുന്നേ ഉള്ളൂ. എല്ലാവരും കൂടി അയാളെ ഇഞ്ചപ്പരുവാക്കി. തുടർന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി. അവർ കാര്യങ്ങൾ പറഞ്ഞു. അവരങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഈ ടിപ്പർ ലോറി ഫോളോ ചെയ്തതിന്റെ തെളിവുകളുണ്ട്. സൈഡ് നൽകി മുന്നോട്ട് പോകാൻ വിട്ടപ്പോൾ ടിപ്പർ ലോറി കയറിപ്പോവാതെ ഇടിക്കാനാഞ്ഞ് നമ്പർ പ്ലേറ്റ് ചുളുങ്ങിയതൊക്കെ പോലീസ് കണ്ടു. കൊട്ടേഷൻ ലഭിക്കാത്തതുകൊണ്ട് ജേക്കബ് മുതലാളിയാണ് ചെയ്തെന്ന കാര്യം നാട്ടിൽ പാട്ടായി. പോലീസ് അയാളെ വധശ്രമത്തിന്റെ പേരിൽ കേസെടുത്തു. പള്ളിപ്പെരുന്നാൾ വന്നടഞ്ഞു. മേരി കുഞ്ഞിന്റെ കരവിരുതിൽ വിരിഞ്ഞ നക്ഷത്രങ്ങൾ പള്ളിമുറ്റത്തും പരിസരത്തും കണ്ണു തുറന്നു. ഘോഷയാത്ര സ്ത്രീകളുടെയും കുട്ടികളുടെയും കരങ്ങളിൽ അവളുണ്ടാക്കിയ വിളക്ക് കൂടാരങ്ങൾ വർണ്ണശബളിമൊരുക്കി അന്തരീക്ഷം മനോഹരമാക്കി. ഈ പ്രാവശ്യം മേരിക്കുഞ്ഞിന്റെ നക്ഷത്രങ്ങളും വർണ്ണവിളക്ക് കൂടാരങ്ങളും എന്തു ഭംഗിയാണല്ലേ. അവള് മേരിക്കുഞ്ഞ് മാത്രമല്ല, നമ്മുടെ പള്ളിക്കുഞ്ഞല്ലേ. സ്ത്രീകൾ വാത്സല്യപൂർവ്വം പറഞ്ഞു ചിരിച്ചു. അതിന്റെ ഭംഗിയൊക്കെ കണ്ട് നടന്നു നീങ്ങുന്ന മനുവിനെ കണ്ട് മേരിക്കുഞ്ഞ് ചോദിച്ചു, അന്ന് മനുവിന്റെ കൂടെ അല്ല ഞാൻ പട്ടണത്തിൽ പോയിരുന്നെങ്കിൽ എന്നെ അവർ തീർക്കായിരുന്നു അല്ലേ മനു? ഓ പിന്നെ ഗോപ്പ്, ആരോടൊന്ന് പോകാൻ പറ. മേരിക്കുഞ്ഞ് എന്റെ ജീവനല്ലേ, അപ്പൊ എന്നോടൊന്ന് ചില അവൾ എന്നും ഉണ്ടാവുക. അത് കേട്ടവൾ അവനോട് ചേർന്ന് നിന്നു. ആ ഘോഷയാത്രയിൽ നടന്നു. നഗരപ്രദക്ഷിണം കഴിഞ്ഞാൽ പള്ളിമുറ്റത്ത് വീണ്ടും വന്നു ചേർന്നു. വാ, നമുക്ക് ചന്തയിലേക്ക് പോവാം. നിനക്ക് കമ്മലും മാലയും പൊട്ടൊക്കെ വേണ്ടേ? പിന്നില്ലാതെ അവൾ എൻ്റെ കൈ പിടിച്ച് തിരക്കുള്ള ചന്തയിലേക്ക് നടന്നു.